എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഡൽഹിയിൽ രണ്ടാമത്തെ ദിവസം നേരം വെളുത്ത ഉടനെ തന്നെ നേരം കുറച്ച് മാറി ഒരു ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ വന്നിട്ടുള്ളൂ കേട്ടോ. ചായ മീൻസ് നല്ല രസമുണ്ട്. കുറച്ച് ഇഞ്ചി കൂടുതലാക്കി ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്, അങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ള ചായ ഞങ്ങൾക്ക് കിട്ടുന്നത്. വൈബൊക്കെയും ഇതുപോലെ ഫുള്ളോട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനൊരു സംഭവം. ഇവിടെ ചായയെല്ലാം കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. പക്ഷെ ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ ഇവിടുന്ന് നേരെ വന്നിട്ട് ഒരു ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഇവിടെ കിലോഗ്രാം കണക്കിനാണ് കൊടുക്കുന്നത്. 500 ഗ്രാം. ഓക്കെ ബൈ. 100 ഗ്രാമിന് 110 റുപ്യ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ നടക്കണം. മെട്രോയിലേക്ക് പോകണം. ഇവിടുന്ന് വേറൊരു റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് റിക്ഷ. 10 റുപ്യ കൊടുത്താൽ അടുത്തിക്കുന്ന പറഞ്ഞേ. ഫ്രീയ വണ്ടി 3-4 ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു. 10 റുപ്യാണ്. 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ചെറിയ വണ്ടി ഓട്ടോ പോലത്തെ. ഞങ്ങൾക്കൊന്ന് M80 അങ്ങനെ എഞ്ചിനാന്ന് തോന്നുന്നു കേട്ടോ. ഇനി കൂടെ അടിച്ച് പോക്കാം. സുഹൃത്തുക്കളെ, ഇന്നപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വേറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഞാൻ നേരെ മായാപൂരി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് ഇതിന് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാണ്ട് പറ്റിയില്ല. ഇവിടെ നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മായാപൂരി സൈഡിൽ. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ കുറേ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജീപ്പിൻ്റെ ഷോറൂമൊക്കെ കണ്ടാണ്. അപ്പോൾ ഇങ്ങനെയല്ലാതെ ഇന്നത്തെ കാഴ്ചകളല്ല. അപ്പോൾ ഇനി നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് രാത്രി എവിടെയെങ്കിലും പോകാണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോകാൻ നമുക്ക്. അപ്പോൾ അങ്ങനെ വലിയ ക്രൗഡായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നല്ല ഹൈവേയും കാര്യങ്ങളൊക്കെ, നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ വേറെ വലിയ സംഭവങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ മാർക്കറ്റ് വൈസുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇടില്ല. ഞാൻ നടന്നു വരുമ്പോൾ ഇവിടെ ചിക്കൻ മോമോസ്, പിന്നെ എന്ത് സ്പ്രിംഗ് റോള്, പിന്നെ പൊട്ടാറ്റോൻ്റെ എന്ത് സംഭവങ്ങൾ, ഇതിലുള്ള സംഭവങ്ങൾ കാണുന്നു കേട്ടോ. മോമോസ് ഒന്ന് കഴിച്ചതാണ് സംഭവം. മോമോസ് ഉണ്ട്. കേട്ടോ മോമോസ് എന്ന് അതിന് പാടുണ്ട്. ഇത് കുടുകുട് മോമോസ് ആയിട്ടുണ്ട്. സാധനം കേട്ടോ. സാധനം ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. മോമോസ് ഇട്ടിട്ടുണ്ടല്ലോ. ഒരു കുടുകുട് മോമോസിനും കൂടി പറഞ്ഞിട്ടുണ്ട്. നോക്കാലോ ഇതിലുണ്ട്. തിന്നു കഴിക്കേണ്ടി വരും. അല്ല വന്ന പോലെ കുടുകുട് മോമോസ്. ഇതാണ് കുടുകുട് മോമോസ് കേട്ടോ. ഇഷ്ടപ്പെട്ടെ കുഴപ്പമില്ല. അടിപൊളിയാ. ഇതിലുണ്ടോക്ക് മറ്റേതാ മോമോസാണ് സംഭവം. കഴിച്ച് തുടങ്ങി നോക്കുമ്പോൾ അടിപൊളി കേട്ടോ. ഉള്ളിൽ പനീറാണ്, വെജായത്. പനീറും കുറുക്കുറും നൈസാണ്. ഇപ്പോൾ കഴിച്ച സാധനമെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് സ്പ്രിംഗ് പൊട്ടറ്റോനും കൂടി പറയുന്നുണ്ടോ ഒന്നല്ലേ, അതും കൂടി നോക്കട്ടെ. ये आपका बच्चा है ना? तो बच्चा है ना? ये बल्ला है. बच्चा है? ओ होना वाला बेटा है. सारा कचरा है. ये एक चाहिए बेटा. इतना शेफ बेटा. സാധനം അടിപൊളി. വെയിറ്റിംഗ് ആണ്. ഇനി വേറെ തിന്നാൻ പറ്റുമോ അറിയില്ല. ഇന്ന് ഫുഡിൽ തന്നെ ആക്കി മാറ്റാം. ഇതാ മോനെ അടുത്ത സാധനം വന്നിട്ട് സ്പ്രിംഗ് പൊട്ടാറ്റോ. ഇനി ഇത്രമാത്രം ഡെക്കറേഷൻ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. എൻ്റെ മോനെ ആ ഷോപ്പിൽ നിന്ന് അടിച്ച് ഫുഡ് കഴിച്ച് ഇതെല്ലാം കഴിച്ചിട്ട് മോമോസും കുർക്കുർ മോമോസും സ്പ്രിംഗ് റോളും എല്ലാം കഴിച്ചിട്ട് എന്നോട് പൈസ വാങ്ങി എത്ര അറിയാം? 50 റുപ്യ. എന്താ ചെയ്യാം? ആ സ്പ്രിംഗ് റോളിൽ മാത്രം നാട്ടിലാണെങ്കിൽ 100-120 റുപ്യ കൊടുക്കണം. 50 റുപ്യക്ക് കുശാലായിട്ട് ഫുഡ് അടിച്ച് നല്ല സെൽഫിയെല്ലാം എടുത്ത് നമ്മൾ നല്ലോണം ഭർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ. ആ മൂപ്പറും പിന്നെ 2 മക്കളും കേട്ടോ. രാജീവ് സാർ അങ്ങനെ എന്തോ പറഞ്ഞ പേരാളെ. അടിപൊളി ഫുഡ്. ഇനി മെട്രോയിലേക്ക് കയറാം. നമ്മളെ സ്റ്റേഷനിലേക്ക് തിരിച്ചു നോക്കാമേ.
ഇന്ന് ഞാൻ ഡൽഹിയിൽ എത്തിയിട്ട് 3ാമത്തെ ദിവസമായി കേട്ടോ. ഇന്നലെ 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലായതുകൊണ്ട് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാനാക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാണ്ടിരുന്നത്. ഇന്നലെ നമ്മളാ ഈവനിങ്ങുള്ള നൈറ്റ് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇന്ന് നേരെ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി മറ്റേ നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നേരെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബസ് കിട്ടും. ഇതിന് 10 രൂപ കൊടുത്താൽ ഇന്ത്യ ഗേറ്റിലേക്ക് നമുക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബസ്സിന് വെയിറ്റ് ചെയ്യലാണ്. ഇനി നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാം. വണ്ടി പുറപ്പെട്ടു കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ട് വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, എന്തെല്ലാമെന്ന് മനസ്സിലാക്കില്ല. കുറച്ചിൻ്റെ വന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മളിതാ ഇന്ത്യ ഗേറ്റിൻ്റെ സ്റ്റോപ്പിലെത്തി കേട്ടോ. ശരിക്കും ബസ്സല്ലോ എന്ന് പറഞ്ഞാൽ ബസ് ഈ ഒരു സറൗണ്ടിങ്സിലൊക്കെ ഒരു UAE ഒരു ഫീൽ ചെയ്യുന്നു. നല്ല വെൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട്. ഹായ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഡ്രൈവറായിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോക്കാണ്. അതെല്ലാം കണ്ടിട്ട് വരാം. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഏരിയ ആണ് കംപ്ലീറ്റ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു ഉള്ളിൽ നിലവിൽ കാണുന്നത്. ആക്ച്വലി ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നോക്കി പോകാം. നോക്കുമ്പോൾ ഇന്ത്യ ഗേറ്റ് ഇതാ നേരെ അപ്പുറത്ത് കിടക്കുന്ന. അവിടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ അണ്ടർ പാസ് യൂസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാ കാണണ്ട, ഇതാണ് മക്കളെ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിൻ്റെ എൻട്രിയിലേക്കുള്ള അണ്ടർ പാസ് ആട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ആടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത്. മറ്റൊരു പുള്ളിക്കാർ ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഒരു ഫോട്ടോന് 30 രൂപയെല്ലാം പറഞ്ഞിട്ട് കുറേ പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടോ. ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് വേണം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് കൊണ്ട് എടുത്ത് തരും. എടുക്കാൻ അറിയുന്ന ആൾക്കാർ വെറുതെ പൈസ കൊടുക്കണ്ട, എടുത്താൽ മതി. എൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്തിരുന്നില്ല. അങ്ങനെ ഇതാ മക്കളെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിൽക്കുന്ന എത്തം കണ്ടാ ആരോ വണ്ടി ചോദിച്ചോ, എൻ്റെ സംശയമാണ്. എന്തിനാ ഈ മധുരയില്ലാണ്ട് ഗേറ്റ് മാത്രം അതെന്തിനാ ഇവരാക്കിയില്ലേ? ഓ, സമയം നട്ടുച്ചയായി കേട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു കാഴ്ചകളെല്ലാം കാണുമ്പോൾ യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ സൈഡിലായിപ്പോളേ. ഇതിന് നേരെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇതാ നല്ല ആംബിയൻസുള്ളൊരു പാർക്ക് ഫെസിലിറ്റി പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും അടിപൊളി. നട്ടുച്ച സമയത്ത് പോലും എനിക്കൊരു മടുപ്പോ കാര്യങ്ങളോ വരാണ്ടിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ പോരാ. അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള അമർ ജവാൻ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള സ്മാരക മണ്ഡപത്തിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഇതെന്ന് വെച്ചാൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ കൊല്ലപ്പെട്ട ജവാന്മാരെ സ്മാരകത്തിന് വേണ്ടിയിട്ട് ആയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. ആ ഒരു സ്മൃതി മണ്ഡപത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതെല്ലാം നല്ലൊരു വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ചരിത്രം അറിയുന്ന ആൾക്കാർക്ക് കുറേ പഠിക്കാൻ ഇടണം വന്നിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ വളരെ വീക്കാണ്. ബാറ്റിൽ ഓഫ് ഗംഗാസാഗർ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പറഞ്ഞതാണ് എനിക്കറിയില്ല. ഇതാണ് ആ സ്മൃതി മണ്ഡപം അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇല്ലാത്ത ആൾക്കാർക്ക്, എനിക്ക് ഞാൻ പറയില്ല ഇതിനൊക്കെ പറ്റി കുറച്ച് ധാരണയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമുക്കൊരു ഈ ഒരു ആംബിയൻസ്, ഈ ഒരു സംഭവങ്ങളെല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഫീൽ വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ, അത് ആ യുദ്ധത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ഇവിടെ ഒരു ചെറിയ മിനിസ്റ്ററോടെ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്പറേഷൻ മാഗ്ദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ആർമിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു വാറിന്, ആ ഒരു യുദ്ധത്തിന് അവരിവിടെ ചിത്രീകരിക്കാൻ ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ അവർക്ക് വലിയ സ്മാരകം എന്നുള്ള രീതിയിൽ പണിയുകയും ചെയ്തിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സംഭവമാണ് ഇത്. ഒരു ഓപ്പറേഷൻ സൈഡൻ സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർ നീക്കിയ നീക്കങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന സംഭവങ്ങളാണ്. എന്താല്ലേ ഈ രാജ്യത്ത് നമ്മൾ എത്ര സന്തോഷത്തോടുകൂടി കഴിയുന്നതിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ഇതുപോലെ അവരവരുടെ ജീവനെല്ലാം ബലിയർപ്പിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മെയിനായിട്ട് ഈ പട്ടാളക്കാരെല്ലാം വിൽ പവറിനെ കുറിച്ചുള്ള ഉണ്ടല്ലോ, ഒന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
ഒന്നും പറയാനില്ല മക്കളെ. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു പട്ടാളക്കാരനവിടെ ഗണ്ണും കൊണ്ട് അവിടെ എസ്കോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതെത്ര ടൈമായി എന്നറിയാം, ഒരനക്കം പോലും ഇല്ലാണ്ട്. ഇവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വിൽ പവർ, അവരില്ലെങ്കിൽ ശരിക്കും നമ്മൾ ഈ രാജ്യത്ത് എങ്ങനെ താമസിക്കുക. ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം മക്കളെ ഇവർക്കല്ലോ, ഒന്നും പറയാനില്ല. ഇവിടെ വരുന്ന സമയത്ത് ഒക്കെ മനസ്സിലാവും ഒക്കെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അവർ കൊടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷനിലാണ് നമ്മളെല്ലാം ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കടന്നുറങ്ങാം, ഇതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുക. ഇതുണ്ട് ഞങ്ങൾ ആ സമയങ്ങളിൽ കൊല്ലപ്പെട്ട നമ്മുടെ ധീര ജവാന്മാരുടെ പേരുകളിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. എത്ര ജീവനുകളല്ലേ നമുക്ക് വേണ്ടിയിട്ട്. ഓരോ സ്ഥലങ്ങൾ, അതായത് അവരുടെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ പേരുകൾ, അവരുടെ കോഡ് കാര്യങ്ങൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ 1965 ഇത് കേട്ടോ. പലതും അങ്ങനെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. എല്ലാം വന്നിട്ടൊന്ന് കാണേണ്ടതാണ്.